ജമ്മുവിൽ അതീവ ജാഗ്രത തുടരുകയാണ്. പുലർച്ചെ വീണ്ടും പാക് പ്രകോപനമുണ്ടായി. പറന്നുയർന്ന പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തച്ചുടച്ചു. പാകിസ്ഥാന്റെ 50 ഡ്രോണുകൾ ഭാരതം നിർവീര്യമാക്കി. ലേ ലഡാക്കിലും പാക് പ്രകോപനം തുടരുന്നു. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളും ഭാരതം തകർത്തു. അതേസമയം ചണ്ഡിഗഡിൽ ഡ്രോൺ ആക്രമണ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. വീടുകളിൽ സുരക്ഷിതരായിരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ യോഗവും ഇന്ന് ചേരും. നിലവിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി അടക്കം ഉള്ളവരാണ്. കഴിഞ്ഞ ദിവസം മുഴുവൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സസൂക്ഷ്മം തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഗൗതമിലേക്ക് പോകുന്നു. ഗൗതം, നിലവിലിപ്പോൾ കശ്മീർ അടക്കമുള്ള മേഖലകളിലെല്ലാം ജമ്മുവിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാരതം തിരിച്ചടിക്കൊരുങ്ങുമ്പോൾ പാക് സൈന്യത്തിന്റെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏതൊരു നീക്കത്തെയും തടയാൻ സുസജ്ജമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രത്യാക്രമണം നടന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തി അതിർത്തിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്നലത്തെ രാത്രി നമുക്കറിയാം, ഭാരതത്തിലെ ജനങ്ങൾ ഉറങ്ങാതെ കാത്തിരുന്നുകൊണ്ട് സസൂക്ഷ്മം എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള മുഴുവൻ ജനങ്ങളും കാതോർത്തിരുന്ന ഒരു രാത്രിയാണ് കടന്നുപോയത്. ഏതായാലും ഇന്നത്തെ പകൽ ഇപ്പോൾ കാര്യമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവെ ഈ മിസൈൽ ആക്രമണങ്ങളെല്ലാം നടന്നത് രാത്രികളിലാണ്. അതിനാൽ ഇന്നത്തെ പകൽ സമയം നോക്കുമ്പോൾ രാവിലെ ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ രാജ്യാന്തര അതിർത്തിയിലും ഇരു സേനകളും പരസ്പരം വെടിയുതിർക്കുകയും അവിടെ പ്രകോപനം നടക്കുന്നുണ്ട്. അതല്ലാതെ ഇന്നലെ രാത്രി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പകൽ മറ്റ് മിസൈൽ ആക്രമണങ്ങളോ അതല്ലെങ്കിൽ ഡ്രോണുകൾ വന്ന് പതിക്കുന്നതുമായ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ വളരെ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. എന്തായാലും സൈന്യം അല്പസമയത്തിനകം ഇന്നലെ നടന്ന ഈ അക്രമങ്ങൾ സംബന്ധിച്ച്, അതായത് ആദ്യം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു, അതിന് പിന്നീട് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും പ്രത്യാക്രമണം ഉണ്ടാകുന്നു. ഇത് സംബന്ധിച്ചുള്ള സൈന്യത്തിന്റെ ഔദ്യോഗികമായ വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഇന്ന് തന്നെ എന്തായാലും വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് എന്താണ് ഇന്നലത്തെ വൈകുന്നേരം മുതൽ ഇന്നലെ രാത്രി മുഴുവൻ നടന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാകിസ്ഥാന് ശക്തമായ മറുപടി ഭാരതം നൽകി കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭീകരവാദികൾക്കാണ് മറുപടി നൽകിയതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് തീർച്ചയായും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റത്തിനുമൊക്കെ നേരെ തന്നെ ഭാരതം പ്രത്യാക്രമണം നടത്തി. ഒപ്പം കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി തന്നെ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. കറാച്ചി പോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നാവികസേനയുടെ പ്രത്യാക്രമണവും ഉണ്ടായി. വ്യോമസേനയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഭീകര കേന്ദ്രങ്ങളിലേക്ക് സ്ട്രൈക്ക് ചെയ്തതും അതോടൊപ്പം തന്നെ ഈ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളിൽ വ്യോമസേനയ്ക്കും നിർണായകമായ പങ്കുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടലൊടിച്ചുകൊണ്ട് അവരുടെ 3 പോർ വിമാനങ്ങളാണ് ഇന്നലെ വെടിവെച്ച് ഇട്ടത്. അത്തരത്തിൽ പാകിസ്ഥാന് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ തിരിച്ചടി ഭാരതത്തിന്റെ സൈന്യം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ പൊതുവെ ഈ പകൽ സമയത്ത് ഇതുവരെ പുതിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. അതിർത്തിയിൽ സംഘർഷം നടക്കുന്നുണ്ട്, വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് അതിർത്തി കടന്നുകൊണ്ടുള്ള വ്യോമമാർഗമുള്ള ആകാശ യുദ്ധം, അത് ഇന്നലെ രാത്രി മുഴുവൻ ആകാശ യുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെ വാർത്തകൾ നൽകിയത്. അത്രത്തോളം വലിയ പോരാട്ടം വ്യോമമാർഗം ഇന്നലെ നടന്നിരുന്നു. മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമിട്ടുകൊണ്ട് തൊടുത്തുവിട്ടിരുന്നു. അതിനെ ഭാരതം കൃത്യമായി തന്നെ പ്രതിരോധിച്ചു. എന്നാൽ നമ്മൾ അവിടേക്ക് അയച്ച മിസൈലുകൾ കൃത്യമായി തന്നെ ലക്ഷ്യം ഭേദിച്ചുകൊണ്ട് അവിടെ സ്ട്രൈക്ക് ചെയ്തു. എന്തായാലും അത്തരം ഒരു വ്യോമയുദ്ധം എന്തായാലും ഈ പകൽ സമയത്ത് നടക്കുന്നില്ല. എങ്കിൽ പോലും ഇന്നത്തെ രാത്രിയും വളരെ നിർണായകമാണ്. കാരണം ഇന്നലത്തെ സംഭവ വികാസങ്ങൾക്ക് പകരമായി പാകിസ്ഥാൻ ഇനിയും പ്രകോപനം സൃഷ്ടിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് ലഭ്യമല്ല. സമാധാനത്തിന്റെ ചർച്ചകളൊന്നും തന്നെ ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്നുമില്ല. അതിനാൽ തന്നെ ഇന്നത്തെ രാത്രിയുമൊക്കെ വളരെ നിർണായകമാണ്. ഒരുപക്ഷെ ഇന്നലെ ഭാരതം നടത്തിയ വലിയ പ്രത്യാക്രമണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വൻ നാശനഷ്ടം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാഹോറിൽ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തതും ലാഹോർ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉൾപ്പെടെ തകർത്തതുമൊക്കെ ഭാരതം നടത്തിയ വലിയ സൈനിക നീക്കം തന്നെയാണ്. അതിന് തിരിച്ചടി എന്ന നിലയിൽ ഇന്നൊരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ വീണ്ടും ഇന്നത്തെ രാത്രിയും ഇന്നലത്തേതിന് സമാനമായ ആകാശ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അതിനാൽ തന്നെ വളരെ സൂക്ഷ്മമായി ഇപ്പോൾ അതിർത്തിയിലെ സാഹചര്യങ്ങൾ ന്യൂഡൽഹി നിരീക്ഷിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നിരവധി യോഗങ്ങൾ സൗത്ത് ബ്ലോക്കിലാണ് പ്രതിരോധ മന്ത്രാലയം ഉള്ളത്. ആ ബ്ലോക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഡിഫൻസ് മിനിസ്റ്ററെ കണ്ടുകൊണ്ട് ഇപ്പോൾ സാഹചര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രോഹിണി, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ദില്ലിയിൽ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിന് ശേഷം ഒരുപക്ഷെ സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? കാരണം കനത്ത ഷെല്ലാക്രമണം അതിർത്തി ഗ്രാമങ്ങളിലടക്കം പാകിസ്ഥാൻ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ തന്നെ വളരെ വിജയകരമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എന്ന് തന്നെയാണ്. ഭാരതം അതുകൊണ്ട് സൈനിക ശേഷിക്ക് മുന്നിൽ പാകിസ്ഥാൻ ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് സാധാരണക്കാർ സിവിലിയൻസിന് നേരെയൊക്കെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു പ്രവണത പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അത് അവരിപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള നീക്കങ്ങൾ, അതായത് സാധാരണക്കാരെ ആക്രമിക്കുക, സാധാരണക്കാർക്ക് മേൽ ഷെല്ലാക്രമണം നടത്തുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനായിരിക്കും ഭാരതം ഇനി തയ്യാറാകുക? രോഹിണി, അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നടക്കുന്നത്. എന്തായാലും ഈ പാകിസ്ഥാൻ ഇപ്പോൾ കാണിക്കുന്ന പ്രകോപനത്തിന് അതേ മാർഗം തന്നെ തിരിച്ചടി നൽകുക എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ തീരുമാനം. അക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് നമ്മുടെ സർക്കാരോ സൈന്യമോ തയ്യാറല്ല. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം തിരിച്ചടിക്കുക എന്ന നിർദ്ദേശം സൈന്യത്തിന് നൽകിയിരുന്നു. അതിനാൽ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ഇങ്ങോട്ട് പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ തോതിലുള്ള പ്രകോപനം അവിടേക്ക് നടത്തിക്കൊണ്ട് വലിയ സ്ട്രൈക്കുകൾ അവിടേക്ക് നടത്തണം എന്ന നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം സൈന്യത്തിന് നൽകിയ നിർദ്ദേശം. അതിനാൽ എവിടെ എപ്പോൾ എങ്ങനെ അടിക്കണം എന്നത് മാത്രം സൈന്യം തീരുമാനിക്കുകയാണ്. അവർക്ക് അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും അതിനുള്ള കൃത്യമായ നിർദ്ദേശവും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മൂന്ന് സേനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആദ്യഘട്ടം എന്ന നിലയിലാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ അധീന ജമ്മു കാശ്മീരിലെ POJKയിലെ 5 അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ 4 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഭാരതത്തിന്റെ ആദ്യ ആക്രമണം. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയ പ്രകോപനങ്ങൾക്ക്, ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ ലാഹോർ, കറാച്ചി, തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദ്, റാവൽപിണ്ടി തുടങ്ങി സിയാൽകോട്ട് തുടങ്ങി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി വലിയ മറുപടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ നിലപാട് എന്താണ് എന്നതിൽ ഒരു തരത്തിലുമുള്ള സംശയമില്ല. ഇപ്പോൾ അതിർത്തിയിൽ ഇന്ന് രാവിലെ വീണ്ടും പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം നടത്തുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്ന നിലയിൽ ഭാരതവും പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് കനത്ത ഷെല്ലാക്രമണം തിരിച്ചും നടത്തുന്നുണ്ട്. അങ്ങനെ അടിക്കടി എന്ന നിലയിലുള്ള സംഘർഷം അതിർത്തിയിൽ നടക്കുകയാണ്. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഭാരതം ഒരുക്കമല്ല. ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ നിലപാട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രകോപനം സൃഷ്ടിക്കുക എന്നത് ഭാരതത്തിന്റെ നിലപാടല്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും ഒക്കെ ഉത്തമമായ മാതൃക ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു രാഷ്ട്രമാണ്. അതിനാൽ തന്നെ അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ച് ബോധപൂർവമായ ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുന്നില്ല. പക്ഷേ അവിടെ നിന്നും ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കനത്ത ഭാഷയിലുള്ള മറുപടി നൽകും എന്ന് ഇതിനകം തന്നെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നിലപാടും അത് തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ ഉച്ചയ്ക്ക് പാർലമെന്റിന്റെ അനക്സ് ഹാളിൽ സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തപ്പോൾ അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ നിലപാട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ നിലപാടുകൾ എന്താണ് സർക്കാർ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം എന്നത് സംബന്ധിച്ച് പിന്നീട് പുറത്തു വന്ന കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ നിലപാട് കൃത്യമാണ്. പ്രകോപനം അങ്ങോട്ടില്ല, പക്ഷേ ഇങ്ങോട്ട് പ്രകോപനം സൃഷ്ടിച്ചാൽ കനത്ത ഭാഷയിൽ ഉള്ള പ്രഹരം അങ്ങോട്ട് ശത്രുവിനെ ഏൽപ്പിക്കുക, ശത്രു രാഷ്ട്രത്തിന് ഏൽപ്പിക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ നിലപാട്. ഇന്നലെ രാത്രിയിൽ നടന്ന ആകാശ യുദ്ധത്തിലൂടെ ഇത് തന്നെയാണ് പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ്. അവരുടെ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ എയർ സ്ട്രൈക്ക് ഈ മിസൈലുകൾ എത്തിച്ചും അതോടൊപ്പം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സ്ട്രൈക്കും നടത്തി ശത്രുവിന് കൃത്യമായ മുന്നറിയിപ്പ് ഭാരതം നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ പകൽ സമയത്ത് പാകിസ്ഥാൻ വ്യോമമാർഗമുള്ള ഒരു ആക്രമണത്തിനോ അല്ലെങ്കിൽ മിസൈലുകൾ തൊടുത്തുവിട്ടോ ഡ്രോണുകൾ തൊടുത്തുവിട്ടോ ഒരു പ്രകോപനത്തിന് ഇപ്പോൾ ഈ പകലിൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി ഒരു വ്യക്തത നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഇനിയും ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇന്നലത്തെ രാത്രിയിൽ നടന്ന സംഭവത്തിന്റെ വിശദീകരണം സൈന്യം ഇന്ന് നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ്. രോഹിണി, ശരി.